BJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ വ്യാപക അക്രമം അഴിച്ചുവിട്ട് പാറ്റാക്കൂട്ടം കല്ലുകളും കട്ടകളും കമ്പുകളും പോലീസിന് നേർക്ക് വലിച്ചെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചു. അക്രമത്തിൽ പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും വരെ പരിക്കേറ്റു എന്നതാണ് വാർത്ത. വല്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ ഡൽഹിയിൽ നിലനിന്നിരുന്നത്. ആ വാർത്തയിലേക്ക് പോയി വരാം. നീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജി ആവശ്യപ്പെട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിച്ചത്. പോലീസിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനായിരുന്നു പദ്ധതി. റാഫി മാർഗ്, റെയ്സിന റോഡ്, പാർലമെന്റ് സ്ട്രീറ്റ്, നോർത്ത് അവന്യൂ, കൃഷിഭവൻ, റെയിൽ ഭവൻ എന്നിവിടങ്ങളിലൊക്കെ പാർലമെന്റ് മാർച്ച് നടത്തിയവർ സംഘടിച്ചു നിന്നു. പാർലമെന്റിനുള്ളിലേക്ക് കടക്കുന്നതിനാണ് ഇവർ പദ്ധതിയിട്ടത്. പോലീസ് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയത്. ജന്തർ മന്ദറിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി. പോലീസ് ലാത്തി വീശി. പോലീസ് സംയമനം പാലിച്ചതോടെ പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമാണ് പാർട്ടികളുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പോലീസ് നിയന്ത്രണം പുലർത്തിയതുകൊണ്ട് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനുള്ള കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ശ്രമം ലക്ഷ്യം കണ്ടില്ല. വ്യാപക ആക്രമണമാണ് പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യ തലസ്ഥാനത്ത് അഴിച്ചുവിട്ടത്. ജനം, ഡൽഹി.